ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് 19ാമത്തെ ദിവസത്തെ എക്സാമാണ് ഈ ഒരു സെഷനിൽ നടത്തുന്നത്. നമ്മൾ ഓൾറെഡി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പിക്കുകൾ. ഏതൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞത്? SCRTയിലെ സയൻസിൻ്റെ അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നുള്ള ആ ഒരു ഭാഗവും, അതേപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022 മെയിൻ എക്സാമിൻ്റെ 40 മുതൽ 60 വരെയുള്ള ക്വസ്റ്റൻസാണ് ഇന്ന് പഠിക്കാൻ പറഞ്ഞത്. സോ അതിനെ അടിസ്ഥാനമാക്കിയുള്ള എക്സാമാണ് ഇന്നത്തെ എക്സാമിൽ വരുന്നത്. അപ്പം ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യാം. ഞാൻ വായിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, OMR നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. OMR ഷീറ്റ് ഉണ്ട്, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അറ്റൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ആൻസർ വായിക്കുമ്പോൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അന്ന് ആ ടൈമിൽ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ വിളിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നത്. മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3 രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 ചവണ മൂന്നാം വർഗ ഉത്തോലകം, 2 സിസോ ഒന്നാം വർഗ ഉത്തോലകം. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1 നാരങ്ങ ഞെക്കി മൂന്നാം വർഗ ഉത്തോലകം, 2 ചൂണ്ട രണ്ടാം വർഗ ഉത്തോലകം. 5 റാമ്പ് ഏത് ലഘുയന്ത്രത്തിൻ്റെ തത്വമാണ് ഉപയോഗപ്പെടുത്തുന്നത്. 6 ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി. 7 ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്. 8 ഏത് ഊഷ്മാവിലാണ് ജലത്തിലെ ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്. 9 വാൻ അറക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമേത്. 10 ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം ഏത്. 11 അല്ലാ പിച്ച മുല്ലക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്. 12 ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. 13 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനമേത്. 14 സോപാന സംഗീതജ്ഞനായിരുന്ന ഞെരളത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തുതകൾ കണ്ടെത്തുക. 15 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്. 16 മുതൽ 4 ക്വസ്റ്റ്യൻ കേട്ടോ. മാത്സാണ്. ഓൾറെഡി BFOയിൽ വന്നതാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അറ്റൻഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ടൈം കൂടുതൽ എടുക്കാം, മാത്സ് ആണല്ലോ. ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ 1 × 0.01 × 0.0001 വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 17 100 എന്നത് 400 എത്ര ശതമാനമാണ്. 18 ഒരു ക്ലോക്കിൽ സമയം 7:20 ആകുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോണിൻ്റെ അളവ്. 19 ഒറ്റയാനെ കണ്ടെത്താൻ. 20 R എന്നത് Qൻ്റെ മകളാണ്, M എന്നത് Bയുടെ സഹോദരിയും B എന്നത് Qൻ്റെ മകനുമാണ് എങ്കിൽ M-ന് R-ഉമായുള്ള ബന്ധം എന്ത്. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ ആൻസർ വായിക്കാം. 1 മുതലുള്ളത് നിങ്ങൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ വിളിക്കുന്നതാണ് എന്ത്, ധാരം. ഓക്കെ, ആധാരം എന്നുള്ളത് പേരിൽ തന്നെ ഉണ്ട്, ധാരം എന്നുള്ളത് അല്ലേ. ആധാരത്തിൻ്റെ ആങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ധാരം എന്നുള്ളതാണ്. അപ്പോൾ ധാരമാണ് ആധാരമാക്കുന്ന ബിന്ദു. ഇനി മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ A ആണ് രോധം, യത്നം, ധാരം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാം വർഗത്തിന് 3 എന്നുള്ളത് 3 ബുക്ക് റെഫർ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ്, എഫേർട്ട് എന്നാണ്, ഫുൾക്രം എന്നുള്ള രീതിയിൽ അവിടെ കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചവണ മൂന്നാം വർഗ ഉത്തോലകം, സിസോ ഒന്നാം വർഗ ഉത്തോലകം. എന്താണ്? രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൽ രണ്ടും ശരിയാണ്. 1, 2 ശരി. ഓക്കെ, അടുത്തതിൽ 1 നാരങ്ങ ഞെക്കി ശരിക്കും രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ ചൂണ്ട എന്നുള്ളത് മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെയും എക്സാമ്പിളാണ്. സോ അതുകൊണ്ട് ഏതാ വരും ആൻസർ? രണ്ടും തെറ്റാണ്. 4 റാമ്പ് ഏത് ലഘുയന്ത്രത്തിൻ്റെ തത്വമാണ് ഉപയോഗപ്പെടുത്തുന്നത്. റാമ്പ് എന്താ? ചെരിവ് തലം. പറഞ്ഞാണ് കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇതെന്നാണ് വരുന്നത്. 6 മുതലുള്ളതിൻ്റെ ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. BFOൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ. ഈ നമ്പറിൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നതിലുണ്ട്, പഠിക്കാൻ തന്നതിൽ. അപ്പോൾ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ നിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്.
പിന്നെ ആൽക്കലോയിഡുകൾ ക്ഷാരഗുണം നൈട്രജൻ്റെ കാരണമാണ്. ഏത് ഊഷ്മാവിലാണ് ജലത്തിൽ ഏറ്റവും അധികം ഡെൻസിറ്റി അല്ല സാന്ദ്രതയുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ വാൻ അറക്കൽ പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമാണ് സിർക്കോണിയം. ഏഷ്യൻ രാജ്യത്തിന് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിൽ ഒരേയൊരു മൂലകമാണ് ഇത്, നിഹോണിയം. അല്ലാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയൻ. ചുവടെ നൽകുന്ന പ്രസ്താവന മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായ മാത്രം കണ്ടെത്താനാണ്. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു, അതേപോലെ സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. അപ്പോൾ 2, 3 മാത്രം. ഓപ്ഷൻ എ ആണ്. 13 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയത് ജാവലിൻ ത്രോ. സോപാന സംജ്ഞ ഞെരളത്ത് രാമപുളുവാൻ അനുയോജ്യമായത് സോപാനം എന്ന ആത്മകഥ രചിച്ചു, ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു. 1, 3 ആണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല. കാരണം പി വത്സല അന്തരിച്ചത് ഇപ്പോൾ അടുത്താണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ കുറച്ച് കാലത്തേക്ക് റിലവൻ്റ് ആയിരിക്കും. 2021 എഴുത്തച്ഛൻ പുരസ്കാരം എന്തായാലും പി വത്സലാണെന്നുള്ളത് ഓർത്തോക്കണം. 16 ഇനി അങ്ങോട്ട് മാത്സ് ആണ്. ജസ്റ്റ് ആൻസർ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ, കാരണം ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. 1 × 0.01 × 0.0001 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4, 2, 6 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 എണ്ണമാണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 എണ്ണം വരുന്നത് 1, 2, 3, 4, 5, 6. ഓപ്ഷൻ ബി ഉള്ളൂ. ഓക്കെ. 100 എന്നത് 400-ൻ്റെ എത്ര ശതമാനമാണെന്നാണ് ക്വസ്റ്റ്യൻ. 100 എന്നത് 400-ൻ്റെ എത്ര ശതമാനമാണ്? ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ. അപ്പോൾ 400 4 100/4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 25%. ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെ മിനിറ്റ് സൂചിയുടെ ഇടയിലുള്ള കോണിൻ്റെ അളവ് 100 ഡിഗ്രിയാണ് വരും കേട്ടോ. ഓപ്ഷൻ എ. ഇക്വേഷൻ വെച്ച് ചെയ്യണം. 19 ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് വരിക, 64. 20 6 ക്യൂവിൻ്റെ മകളാണ്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൊല്യൂഷനൊക്കെ അതിലുണ്ട് കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6-ൻ്റെ സഹോദരിയാണ് എം. ഓക്കെ. അത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നാളത്തെ ടോപ്പിക്ക് നിങ്ങൾ നോക്കട്ടോ, മാർക്ക് നോക്കുക. 20-ലാണുള്ളത്. 20-ലും അധികം നെഗറ്റീവ് ഒന്നും വരുത്തരുത്. ഒരു 17, 18 നിങ്ങൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ പോകണം. കാരണം ചെറിയ ടോപ്പിക്കാണ് ഇന്നലെ തന്നത്. സയൻസിലെ ഏറ്റവും ചെറിയ ടോപ്പിക്കാണ് വന്നത്. 5ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക്കാണല്ലോ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തേക്കുള്ള ടോപ്പിക്ക് ഞാൻ തരാം. അത് നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഇനി ചിലപ്പോൾ കുറച്ചുകൂടി ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കൂടുതലായി ടോപ്പിക്ക് തരും. കാരണം നമുക്ക് ഇത് കഴിയില്ല. കാരണം 8, 9 എത്തുമ്പോൾ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സോഷ്യൽ സയൻസ് തന്നെ ഒത്തിരി ഉണ്ടാവും നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒരു സ്പീഡ് കൂട്ടിയാലേ എന്ത് ചെയ്യും, ആ ടൈമിൽ അതേ രീതിയിൽ ഫോളോ ചെയ്തിട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും ആ ടൈമിൽ എത്തുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ മിക്കവാറും സയൻസും സോഷ്യൽ സയൻസും കൂടി ഉൾപ്പെടുത്തും. ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തും. ഓക്കെ. ഇടയ്ക്ക് ഈ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ വൊക്കാബുലറിയും അതേപോലെ കാര്യങ്ങളും എന്ത് ചെയ്യും, അതും SCERT നിന്ന് എടുത്തിട്ട് ഞാനിടും. ആ രീതിയിൽ ആണ് എന്ത് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നത്തെ ഇത് നിർത്തുവാണേ. ഓക്കെ. ബൈ.